ചേച്ചി ഞാൻ പൈസ വെച്ചിട്ട് നീ എന്താ ചേച്ചി വേണ്ടല്ലേ? ആ, 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 യാ, യാ, ആ. ഈ ചേച്ചി ഒന്ന് ബ്ലാക്ക് ബെൽറ്റ് ആണോ ഭഗവാനെ? ഓട് 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 ഓടാൻ സമയം പെണ്ണുമ്പോൾ അമ്മേന്റെ ഹെൽത്ത് ഒക്കെ നമുക്ക് ചോപ്പായി. ഞാൻ പോട്ടെ. പുറകെ വരുന്നുണ്ടോ എന്താ പെണ്ണുമ്പിള്ള? അയ്യോ ഓടിയതേ ഇങ്ങോട്ടേക്ക് പോയി വിളിക്കട്ടെ. അമ്മേ ഈ പെണ്ണുമ്പിള്ള തന്നെ മോളേന്ന് പറഞ്ഞു. അയ്യോ അയ്യോ നാട്ടുകാരെ ഓടി വരണേ, പെണ്ണുമ്പിള്ള എന്നെ ഓടിച്ചിട്ട് കൊള്ളാൻ വരണേ. അയ്യോ നാട്ടുകാരെ ഓടി വരണേ, പെണ്ണുമ്പിള്ള എന്നെ ഓടിച്ചിട്ട് കൊല്ലാൻ വരണേ. അയ്യോ അമ്മേ അമ്മേ അയ്യോ അമ്മച്ചി. എന്തായാലും അത് പെണ്ണായതുകൊണ്ട് എന്റെ മുകളിൽ കയറാൻ പറ്റില്ല. നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റുള്ളൂ. സിമ്പിൾ 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 ലിറ്റിൽ സ്റ്റാർ ഹൗ വണ്ടർ പാറ്റു ഫോർ ജിങ്കിൾ ജിങ്കിൾ. ആ പെണ്ണുമ്പോൾ അവിടെ തന്നെ നിൽക്ക്. ഹെയ് 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 നിന്നുകൊണ്ട് പൊത്തി പിടിച്ച് കയറാം. ആ 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 ആ. നമ്മളടുത്തെത്താറായി. ആ പെണ്ണുമ്പള് കേറിയൊന്നും പോണില്ല. നമുക്ക് എന്തായാലും ഇതിന്റെ മേളിലെത്തിയിട്ട് കാണാം. അയ്യോ എന്തൊക്കെയോ കൊണ്ടാണ്ട് മുടിച്ചെത്തിയേ. എന്തൊക്കെയായിരുന്നടാ ഇത്? ആ എന്നെ അടിച്ചോണ്ടിരുന്ന ആ പെണ്ണുമ്പിള്ള എന്തോ പറഞ്ഞ സഹായിച്ചെന്നെ. ഞാൻ പാവപ്പെട്ടവനാന്ന് പറഞ്ഞപ്പോ. എടാ മോനെ അവിടെ ഒരു ബൈക്ക് കിടക്കണുണ്ടോടാ. എനിക്ക് ആ ബൈക്ക് വേണമെന്നുണ്ട്. പക്ഷെ എനിക്കത് വാങ്ങിക്കാനുള്ള പൈസ ഒന്നും ഇല്ലല്ലോ. അതാണ് പ്രശ്നം. നമുക്ക് സ്റ്റാൻഡേർഡ് ലിഫ്റ്റ് ചോദിക്കാം. ചേട്ടാ 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 എനിക്കൊരു ലിഫ്റ്റ് തരുമോ? ഓ ശരി ശരി കേറിക്കോ, വണ്ടി കേറിക്കോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. എവിടേക്കാ പോണ്ടേ? എനിക്ക് ആ കയറ്റം വരെ മതി. അയ്യോ ചേട്ടാ ചേട്ടാ ഇത്തിരി സ്പീഡ് ഓടിക്കും. ഞാൻ സ്പീഡിലൊക്കെ ഓടിക്കുള്ളൂ ചേട്ടാ. ഇവിടെ 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 മതി, ഇവിടെ മതി, ഇവിടെ മതി. ടൂർ നേരോണം അടിച്ചില്ലോ അല്ലേ? അയ്യോ ചേട്ടാ കുഴപ്പമില്ല, ഇറങ്ങി ചേട്ടാ. ടാറ്റാ ബൈ ബൈ. നമ്മളെന്ത് ദാരിദ്ര്യാലോ. നമ്മുടെ കൈ കിടക്കണ ഷൂസ് വരെ വേസ്റ്റ് പിന്നെ നീട്ടി. ഏതോ ചെക്കൻ വലിച്ചൂരി കളഞ്ഞാണ് അതിന് ഈ ഷൂസ് വേണ്ടെന്ന് പറഞ്ഞിട്ട്. ഏതോ പണക്കാരന്റെ കുട്ടിയാണ് എന്തായാലും. നല്ല ബ്രാൻഡഡ് ഷൂസാ. ഈ റോപ്പ് കണ്ടിട്ടാണ് ആരും എന്നെ വിശ്വസിക്കാത്ത. നല്ലൊരു സൂപ്പർ വീട്. ചോദിച്ചോക്ക എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. അണ്ണായി അണ്ണായി ഉള്ളത് കിട്ടുമാ? അതെ എന്തേലൊക്കെ തിന്നാൻ തരുവോ? എനിക്ക് വിശക്കണു. എന്തേലൊക്കെ തിന്നാൻ എന്താ ഞെണ്ണെന്താ? ആറാ വിശക്കണൂന്നൊക്കെ. ഏതോ പിച്ചക്കാരനാണ് എന്താ ലവൻ അവിടെ നിക്കണ്ട്. എന്ത് നമുക്ക് വിളിച്ചു പറയാം. അതെ എനിക്ക് ഇവിടുന്ന് വരാനൊന്നും ശരിക്കൊന്നും മാജിക്കണ്ടോ? അതെ ഞാൻ ഇവിടെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ.
ഇത് വീട് ഇത് ഞാൻ വേലക്കാരൻ. ഇവിടെ ഒന്നും തിന്നാനൊന്നുമില്ല. ഓടിപ്പോ ഇവിടായിപ്പേ. അത് പോയി അങ്ങനെ. അത്രേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. ഒന്നും കിട്ടിയില്ല ഇവിടുന്ന്. നമുക്ക് എങ്ങനെ നമ്മൾ റിച്ച് ആവാനാ? ഒരൊറ്റ വഴിയുള്ളൂ, മോഷണം. ഫസ്റ്റ് നമുക്കൊരു 500 രൂപ കൊണ്ട് ഒരു പിസ്റ്റൾ വാങ്ങാൻ പറ്റും. ആ തോക്കും കൊണ്ട് ഈ പിസ്റ്റൾ വാങ്ങാൻ പറ്റുമായിരിക്കും. ആ പൈസയും കൊണ്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പിസ്റ്റൽ വാങ്ങിക്കാം. അതിനുശേഷം ആ വീടിന്റെ ഓണറിന് അതിന്റെ ആവശ്യം നമുക്ക് അവിടെ കിടക്കണ ഉപേക്ഷിച്ച ബൈക്ക് കൊടുക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇതൊന്നും ഉണ്ടാവില്ല, പോലീസ് കേസ് ഉണ്ടാവില്ലല്ലോ. അവിടെ നിക്കണം. ഒരു പെണ്ണുമ്പിളിയായിട്ട് വളക്കൂടിയത് കേട്ടില്ല. ഇയാളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും കിട്ടുക നോക്കാം. അയ്യേ, ദാരിദ്ര്യം പിടിച്ചത്. ഇതിന്റെ അടുത്തുനിന്ന് ആ പാട് $17 കിട്ടി. വെറുതെ ഞാൻ ചുറ്റിക്കറങ്ങാൻ വന്നാണ്. എന്റെ കോട്ടും സൂട്ടൊക്കെ ഇട്ടിരിക്കണേ. ചേച്ചി ഒന്ന് ഇടിച്ചോക്കാം. ഇവളുടെ അടുത്തുനിന്ന് പൈസ എടുക്കാം. $517. കറക്റ്റ് 500 രൂപ കിട്ടിടാ. നമുക്ക് അങ്ങോട്ട് ഓടിപ്പോയിട്ട് ആ വണ്ടി എടുക്കാം. വണ്ടി അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മള് നടന്നുകൊണ്ട് ഉണ്ടാവേണ്ടതാണ്. വലിയ ഓണർ എടുത്തോണ്ട് പോയില്ലോ. അല്ലെങ്കിൽ വലിയനെ വിളിച്ച് ഒരു കാറിന് എടുത്ത ആ കാർ എടുത്തോണ്ട് പോയി. അവിടെ ഉണ്ട്, ബൈക്ക് ഉണ്ട് അവിടെ. അവിടെ തന്നെ ഉണ്ട് ബൈക്ക്. ചുമ്മാരി ആ കൂമ്പ്രാണ്ട ഞെക്കിയിട്ട് താഴേക്ക് തരണ സാധനം എനിക്ക് പഠിക്കണം കേട്ടോ. റൂമിന്റെ അകത്ത് കയറും, അത് താഴേക്ക് വരും. ഇത് മാജിക്കാ. അതാ ഒരു ഹോസ്പിറ്റൽ. ഈ രോഗികൾക്കൊക്കെ വരാറിയണ്ടേ, കൂടാനും ഇല്ലാത്തവർക്ക്, ഈ പിച്ചക്കാർക്കൊക്കെ. ഭാഗ്യത്തിന് ഞാൻ പെണ്ണുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ, ആ ബൈക്ക് ഏതാ ബൈക്ക്? നല്ല സ്പീഡ് ഉണ്ടല്ലോ ബൈക്ക്. പിന്നെ ബൈക്ക് ഓടിക്കാനൊക്കെ അറിയാം. പണ്ട് ഏട്ടന്റെ ബൈക്കിൽ നിന്ന് പഠിച്ച. ഇതിലെന്താടെ ഒരു സാധനം? ഇതിലെന്തൊക്കെ എഴുതിയിട്ടൊരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ എന്താ? എന്തോ എനിക്ക് സൈക്കിൾ ഇത് ഇത് അപ്പുറത്ത് കൂട്ടത്തെ. ഇതാണ് നല്ലൊരു കൺസോപ്പ്. എന്തായാലും ഗണ്ണ് വാങ്ങിട്ട് വരാം. ഗണ്ണ് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാം. നല്ല ഗൺ ഷോപ്പാണ് ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പൊ ഗായ്സ്, നമ്മുടെ കയ്യിലൊരു പിസ്റ്റൽ കിട്ടി ഗായ്സ്. പിസ്റ്റൽ 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 മതി കളിച്ച്. പോകച്ചെടുത്ത് വെക്കട്ടെ. നമ്മുടെ കയ്യിൽ ഭദ്രം. എനിക്ക് ആ കുമ്പ്രാണ്ട ഞെക്കാൻ പഠിക്കണം കേട്ടോ. കാര്യത്തേനും പഠിപ്പിച്ചു ചോദിച്ചു. I'm a rider. അവിടെ ഒരു നല്ല ലക്ഷറി ഹൗസ് ആണല്ലോ കാണുന്നത് അവിടെ. നേരത്തെ കണ്ടില്ല ഒരു ഹൗസ്. ആ ഹൗസിന്റെ അത്രയും ഇതാവില്ല. എങ്ങനെയാണോ ഇങ്ങനത്തെ ഇംഗ്ലീഷൊക്കെ വരുന്നത്? ബ്യൂട്ടിഫുൾ. ബൈക്ക് ഇപ്പൊ അവിടെ നിർത്തിയിടുക. ഇവിടെ ഒരു ഗ്ലൗ കട ഉണ്ട്. ആ ഗ്ലൗ കടയിൽ പോയിട്ട് ഒരു ഗ്ലൗ വാങ്ങിച്ചു കേട്ടാൽ ഈ ഫിംഗർ പ്രിന്റ്
വായിലോൾക്ക് ഇന്ന് കട. ഓക്കെ, നമ്മുടെ കയ്യിൽ ഗ്ലൗ ഒക്കെ ഇട്ടിട്ടുണ്ട്. ട്രാൻസ്പെറന്റ് ഗ്ലൗ ആണ് ഗൈസ്. ആൻഡ് തോക്ക് നമുക്ക് ഒരു പട്ടിയുണ്ട്, പക്ഷെ ഓണർ ഇല്ലാത്ത വീടില് നമ്മൾ ശ്രദ്ധിച്ചുള്ള. ഓടിക്കോ, അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, അത് അറിഞ്ഞിട്ടില്ല. ഹെഡ്ഷോട്ട് അടിക്കാം. ഓക്കെ, ആ പട്ടിയ തലി നമ്മളെ കടിച്ച് കൊതറിയിട്ടുണ്ടായിരുന്നു. കാണാണ്ട് പോവാം. എനിക്ക് ഡ്രോയർ തുറക്കണം. അപ്പൊ 3 ഗെയിം ബിസി ഒക്കെ എടുത്ത് ബാഗ് ഇടാം. എന്തായാലും ബാഗ് കിട്ടുക, ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കാം. ബാഗൊക്കെ ചിലപ്പോ കിട്ടും. കൊള്ളടിച്ച് കഴിഞ്ഞിട്ട് കാണാം. എല്ലാം എടുത്തു, പക്ഷെ PC അങ്ങനത്തെ ഒന്നും ഞാൻ എടുക്കുന്നു. കാരണം എനിക്ക് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ഇതില് മൊത്തം കൊറേ സ്വർണവും പൈസയൊക്കെ. നമ്മൾ റിച്ച് ആയി ഗൈസ്. റിച്ച് 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 പുവർ ടു റിച്ച്. അപ്പോ ഇവിടെ ഒരു മൊബൈൽ ഫോൺ കട ഉണ്ട്, അവിടേക്ക് ഫസ്റ്റ്. എന്റെ ബൈക്ക് അവിടെ ഇരിക്കണ്ടേ, ഞാൻ വിചാരിച്ച ഏതോ ഞാൻ അടിച്ചോണ്ട് പോയി. അടുത്തൊരു നല്ല ഫോൺ കട ഉണ്ട്, അവിടേക്കൊന്ന് പോയിട്ടൊരു മൊബൈൽ എടുക്കണം എന്നുണ്ട്. എന്തായാലും എടുക്കണം. ഫോൺ കടേന്റെ അടുത്തെത്താറായി. എന്റെ മോനെ, ഇതാണ് ഫോൺ കട. നമുക്കൊരു നല്ലൊരു ഫോൺ വാങ്ങിട്ട് വരാം. ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഫോൺ രോഹിത് GS ആപ്പിൾ ഫോണ്. ഒരു ഫോണാണ്. മോനെ, ഒരു സ്വർണത്തിന്റെ മാല കൊടുത്തിപ്പിക്കും കാണിച്ചടാ. ഒരു നല്ല തൂക്കമുള്ള മാലേ, പക്ഷെ അതിനൊക്കെ തൂക്കമൊക്കെ എന്റെ കയ്യിലുണ്ട്. നമുക്ക് അപ്പുറത്ത് തന്നെയാണ് സ്വർണം തൂക്കണ കട. അപ്പൊ നമുക്ക് അവിടെ പോവാം. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫോൺ കാണിച്ചു തരാം കേട്ടോ. ഫോൺ കേട്ടോ, അതിന്റെ രോഹിത് GSന്റെ 16 Pro Max ആണ് എടുത്തിരിക്കുന്നത്. അപ്പോ അതിൽ നമുക്കൊന്ന് മറ്റേ സ്വർണം തൂക്കിയിട്ട് പൈസ ഒക്കെ ഇട്ട് വരാം. പൈസ മഫ്ലങ്ക. ഇനിയാണെങ്കിൽ എനിക്ക് ഇതേമാതിരത്തെ 5 ബൈക്ക് വാങ്ങിക്കും. ആൻഡ് ഇതിന്റെ പേരൊക്കെ ഞാൻ പഠിച്ചു. നിഞ്ച കാക്കാസ് എന്തോ കാട്ടാണ് ഇതിന്റെ പേര്. അപ്പോ ഞാൻ നേരത്തെ കുറച്ച് ശരിയാന്ന് തോന്നുന്നു. എനിക്കെന്നെ, ഞാനൊന്നും പഠിക്കാൻ പോകുന്നില്ല. പൈസ മസങ്ക 14 മിനിറ്റ് ആയോ? ഓക്കെ, നമുക്ക് ഗൺകടയിൽ പോയിട്ട് എല്ലാ ഗണ്ണും അവിടുത്തെ എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്ന് വീതം. ഓക്കെ, ആൻഡ് പോയിട്ട് വരാം. മോനെ, ഏതൊക്കെ ഗണ്ണുണ്ട് അറിയോ നിങ്ങൾക്ക്? പിസ്റ്റല്, ഓക്കെ, പിസ്റ്റല്, AK-47. ഇതിത്തിരി സേഫ് ആയിട്ടാണ് കേട്ടോ പൊട്ടിക്കണ്ടേ, അല്ലെങ്കിൽ വണ്ടി ലോക്കൽ നപ്പർ ഈ ബോംബ് കാണിച്ചു തരാം.
ഇത് ആക്ടിവേറ്റ് ആക്കാൻ എനിക്കറിയാം. ഇത് പിന്നെ ഇതൊരു സ്മാർട്ട് സ്റ്റിക്കി ബോംബാണ് കേട്ടോ അയാൾ പറഞ്ഞത്. ഇതിന് നല്ല വില, 1,00,000 അടുത്താ. ഇതിലൊരു ആപ്പ് കയറ്റണം. ആപ്പിന്റെ പേര് ഇതാട്ടോ. പിന്നെ ഇതുവഴി ഹാക്കിങ്ങിനൊക്കെ ഉള്ളൊരു പറ്റിയ ഫോണാട്ടോ ഇത്. അതുകൊണ്ട് ആണെങ്കിൽ നമുക്ക് ട്രെയിൻ വരെ ഓടിക്കാൻ പറ്റും. ഈ ഒരു ട്രെയിൻ കൺട്രോൾസ് ഉണ്ട്. അതിൽ തന്നെ ഒരു സ്റ്റിക്കി ബോംബിന്റെ ഒരു ഇതുണ്ട്. അതെന്നാ പറഞ്ഞത്, സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ്. ഓക്കെ, പൈസ പ്രസംഗ 1,00,000 ആയി എന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ അയാൾക്ക് 1,00,000 കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ എണ്ണി കൊടുത്തു. അപ്പോ നമുക്ക് ആ ഇത് വിലക്ക് മേടിക്കാൻ പോയിട്ടാണെങ്കിൽ നമ്മൾ ഈ വീട് വാങ്ങിച്ച് പൈസ കൊടുത്ത് എണ്ണി പൈസ കൊടുത്ത് വാങ്ങിച്ചു. ഒരു കാർ, ഒരു വൈറ്റ് കളർ കാർ കൂടി എടുക്കണം. ശരിയാണ്, എനിക്ക് എടുക്കണമെന്നുണ്ട്. എന്തായാലും എടുത്തേ തീരൂ. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോ ടേക്ക് കെയർ ആൻഡ് ബൈ. ആൻഡ് ഇതിന്റെ നമ്മൾ റിച്ച് ആയിട്ട് കാണിക്കുന്ന അംഗങ്ങളുടെ ഒക്കെ ഒരു വീഡിയോ ആണെങ്കിൽ കമന്റ് ബൈ താഴെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ടാറ്റാ.